ഹായ് ഗൈസ്, ഞാൻ ലൈവ് ഇടാൻ എനിക്കറിയില്ല. ഞാൻ ലൈവ് ഇടാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരു എവിടെയല്ലോ എന്തെല്ലോ പിടിച്ച് ഞെക്കി. അപ്പോൾ ഇത് സത്യം തന്നെ പറയുന്നതാണ്. നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. പിന്നെ ആരെങ്കിലും ഒരാളൊരു കമൻറ്റിലൂടെ അറിയിച്ചാലും മതി. ലൈവ് ഇടാൻ വേണ്ടി നോക്കി അതിനകത്ത് ഇങ്ങനെ രണ്ടോട്ട് ഇങ്ങനെ ചിരിക്കുന്നതും എന്തെല്ലോ ആണ് കണ്ടത്. അപ്പോൾ വേറെ ഒന്നും കോമാളിത്തരം കാണാത്തത് ഭാഗ്യം. അപ്പോൾ അത് ലൈവായിട്ട് പോയി തോന്നുന്നു, എനക്കറിയില്ല. അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇതിനു മുമ്പെല്ലാം ആരോടെല്ലാം ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അതിന് മറുപടി കിട്ടിയിട്ടില്ല. അത് നിങ്ങളൊന്ന് പറഞ്ഞൊന്ന് സഹായിക്കണം ലൈവ് ഇടാൻ വേണ്ടിയിട്ട്. ഇതിനു മുമ്പ് ഒരിക്കൽ ഞാൻ ലൈവെല്ലാം കണ്ട് ഞെക്കി എന്തെല്ലോ ഞെക്കിയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ലൈവ് ആദ്യമായിട്ട് ഇടുന്നതെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അന്ന് ലൈവ് ആയിട്ടില്ല. ഇന്ന് ഇട്ടു, അതെന്തോ കൊളായിട്ടാണ് ഉള്ളത്. ഇങ്ങനെ ചിരിക്കുന്നതെല്ലാം രണ്ട് മൂന്നാട്ട് ഇങ്ങനെ ചിരിക്കുന്നതെല്ലാം കാണുന്നുണ്ട്. വേറെ ഒന്നും കോമാളി കാണാത്ത ഭാഗ്യം. അത് അങ്ങ് വീഡിയോ ആയിട്ട് പോയിട്ടുണ്ട്. അത് ഡിലീറ്റ് ആക്കാൻ കഴിയില്ല. ഡിലീറ്റ് ആക്കിയാൽ പണി കിട്ടുമോ? അതുകൊണ്ട് അങ്ങനെ ഉള്ളത് ഒന്ന് പറഞ്ഞൊന്ന് സഹായിക്കണേ. അറിയാത്തോണ്ടാണ്. യൂട്യൂബ് ചാനൽ കൊടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലേ. പക്ഷേ അത് തുടങ്ങിയോണ്ട് ഇത്രയെല്ലാം പഠിച്ചു. അതാണ് നമ്മൾ എന്ത് തന്നെ ആയാലും ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ പഠിക്കും. അല്ലെങ്കിൽ ആ സംഗതി ഒന്നും നമുക്കറിയില്ല. ഇതിപ്പോൾ യൂട്യൂബിൽ ചാനൽ തുടങ്ങിയോണ്ട് അതിന് അങ്ങനെ എന്തെല്ലോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തുനിന്ന്. അല്ലെങ്കിൽ ഞാൻ ഫോൺ വിളിക്കും, വാട്സപ്പ് യൂസ് ചെയ്യും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇപ്പം എന്തെല്ലോ പഠിച്ചിട്ടുണ്ട്, ഇനി എന്തെല്ലോ പഠിക്കാനുണ്ടാവും. അതുകൊണ്ട് നമുക്കറിയാത്തതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ആരെങ്കിലും ഒരാളെങ്കിലും കമൻറ്റിലൂടെ എങ്ങനെയാണ് ലൈവ് ഇടുകയെന്ന് വന്ന് പറഞ്ഞു തരണേ. ഈ ചാനൽ തുടങ്ങിയതിൻ്റെ പിന്നെ എന്തെല്ലാം കോമാളിത്തരങ്ങൾ കാണിച്ച്. ഇത് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇത് ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? ഈ കോമാളികൾ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് നല്ല സന്തോഷമുണ്ട്. ഇപ്പോൾ ഇത്രയെങ്കിലും പഠിക്കാൻ പറ്റി, ഇത്രയെങ്കിലും കാര്യങ്ങൾ ഓരോന്ന് യൂട്യൂബിനെ പറ്റിയെല്ലാം മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളത് കൊണ്ട് സന്തോഷമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ലൈവ് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ. ഇടയ്ക്കൊന്ന് ലൈവിൽ വരാമല്ലോ.